കുറ്റം പറയുന്നവർക്ക് നല്ലത് കൂടി പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? എന്തുകൊണ്ട് ആ ചോദ്യമെന്നല്ലേ? ഇക്കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുന്നേ വരെ കേരളത്തിലെ മാപ്രകൾ ഒന്നടങ്കം തലസ്ഥാനത്തെ നഗരസഭയെയും ഒപ്പം PWD വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഏറെ ആക്ഷേപിച്ച വാർത്തകളുണ്ട്. നഗരത്തിലെ റോഡുകൾ മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. ഓർമ്മയില്ലേ? ഓണത്തിന് മുൻപ് തലസ്ഥാന നഗരത്തിലെ റോഡുകൾ സ്മാർട്ടാകുമെന്നായിരുന്നു മന്ത്രിതലത്തിലെ അവസാന പ്രഖ്യാപനം. എന്നാൽ മാസങ്ങൾ തോറും വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരും വാക്കുമാറ്റി പറയുന്നതല്ലാതെ പണിക്കൊരു അവസാനമില്ല. മരാമത്തിന്റെ പണി കാരണം പണി പോയവരും പണി കിട്ടിയവരുമാണ് ഏറെ. ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ച് തലസ്ഥാന നഗരി സ്മാർട്ടാക്കാൻ പൊളിച്ചിട്ട റോഡുകൾ, മരണക്കുഴിയാകുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. കേട്ടല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊക്കെ അനുബന്ധിച്ച് ജനവികാരം ഉണർത്താൻ വേണ്ടി ഇതുപോലുള്ള വാർത്തകൾ സെറ്റിട്ടുമില്ലാതെ ആംബുലൻസ് വരെ ഓടിച്ച് ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തു. വാർത്താ കച്ചവടം കൊഴിപ്പിച്ചു. എന്നാൽ അന്ന് ഈ റോഡ് സ്മാർട്ട് റോഡ് ആക്കാൻ വേണ്ടി വെട്ടിപ്പൊളിച്ചിട്ട സന്ദർഭത്തിൽ കുറ്റം പറഞ്ഞവർ, സമരങ്ങളൊക്കെ നടത്തിച്ച് അതിനെ ആഘോഷപൂർവ്വം വാർത്താ കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കിയവർ, ആ റോഡ് സ്മാർട്ടായാൽ വാർത്ത നൽകണ്ടേ? അതല്ലേ മാന്യത? കുറ്റം പറയാൻ യോഗ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ലത് പറയണം. അല്ലാതെ കുറ്റം മാത്രം പറയുന്നുണ്ടെങ്കിൽ അവരുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. തലസ്ഥാനത്തെ ഇവർ കുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ ഇവർ വാർത്താ കച്ചവടത്തിന് വേണ്ടി അനുദിനം ഉയർത്തിക്കാട്ടിയിരുന്ന ആ റോഡുകൾ 6 മാസങ്ങൾക്കിപ്പുറം എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറയില്ലെന്നേ. എല്ലാ കാലത്തും അതായിരിക്കണം മനസ്സിലുണ്ടാകേണ്ടത്. എന്നാൽ ഇനി എന്താണ് യാഥാർത്ഥ്യം? ഈ ദൃശ്യം കണ്ടേ, തലസ്ഥാനത്തെ റോഡുകളുടെ ആകാശ ദൃശ്യമാണ്. എല്ലാ റോഡും സ്മാർട്ട് റോഡാണ്. അതിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുന്നുണ്ട്. ഒപ്പം ചിലയിടങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനം അന്തിമഘട്ടത്തിലും. ആ ദൃശ്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുമ്പോൾ തലസ്ഥാന നഗരത്തിൻ്റെ റോഡുകൾ ഹൈടെക് ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. കണ്ടോ എത്ര മനോഹരമായ റോഡുകൾ? ഇന്നലകളിൽ കുറ്റം പറഞ്ഞവർ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി അത് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച് നൽകുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു അന്ന് കുത്തിപ്പൊളിച്ചതെന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? അതിനോടൊപ്പം ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ റോഡ് ഇനിയിപ്പോൾ അനാവശ്യമായി കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നല്ലേ, വൈദ്യുതി തൂണുകളും ടെലിഫോൺ കേബിളുകളും ഉൾപ്പെടെ എല്ലാ കേബിളുകളും ഭൂമിക്കടിയിലൂടെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ജലവിതരണത്തിന് തടസ്സം വന്നാലും റോഡ് കുത്തിപ്പൊളിക്കാതെ പ്രവൃത്തി നടത്താൻ പൈപ്പ് ലൈനുകൾക്ക് പ്രത്യേക ഡക്റ്റുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാഴ്ച പരിമിതർക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ആധുനിക നടപ്പാതകളുണ്ട് ഈ പാതയോരങ്ങളിൽ. മനോഹരമായ വഴിവിളക്കുകൾ. തിരുവനന്തപുരം നഗരത്തിന് പുതിയ മുഖം നൽകിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 12 സ്മാർട്ട് റോഡുകളാണ് യാഥാർത്ഥ്യമാക്കിയത്. 1-2 അല്ല, 12. ഈ ലോകത്ത് ഒരു ജനനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വേദനയുണ്ട്, പ്രസവ വേദനയെന്ന് നമ്മൾ പറയും. അതുപോലെ ഒരു വികസനം വരണമെന്നുണ്ടെങ്കിൽ അവിടെ മാന്ത്രിക വടിയെടുത്ത് കറക്കിയാൽ വികസനം വരത്തില്ല. അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് കാലാവസ്ഥ അനുകൂലമായിരിക്കേണ്ടതുണ്ട്. മറ്റ് പ്രതിസന്ധികളെല്ലാം മറികടക്കേണ്ടതുണ്ട്. അത് 1-2 ദിവസം കൊണ്ട് തീരുന്നതായിരിക്കില്ല, കുറച്ച് വൈകിയെന്നിരിക്കാം. പക്ഷേ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലാണോ അല്ലയോ എന്നാണ് പ്രധാന ചോദ്യം. ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? പലതും ഒളിപ്പിക്കുകയാണ്, തുറന്നു കാട്ടുന്നില്ല. മാറ്റങ്ങൾ ജനം അറിയരുത്, അത് നമ്മൾ പൊതിഞ്ഞു പിടിക്കണം. അതാണോ മാധ്യമപ്രവർത്തനം? അങ്ങനെയാണോ മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് നിഷ്പക്ഷരായിട്ടുള്ള പ്രവർത്തനം നടത്തേണ്ടത്? പക്ഷേ നിഷ്പക്ഷത എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫാൻസി വാക്കാണ്, ചില കാര്യങ്ങളിൽ മാത്രം. അപ്പോൾ തലസ്ഥാനത്ത് ചെല്ലുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ അനുഭവവേദ്യമാകുമ്പോഴാണ് ഇത്രയും മികച്ച സ്മാർട്ട് റോഡുകൾ ഒരുങ്ങി എന്ന് ചിലപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയുക. അല്ലാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന സംഘിച്ചാവേറുകളായിട്ടുള്ള മാപ്രകൾ ഒരിക്കലും ഇന്നലകളിൽ എന്തിനു വേണ്ടി അത് ചെയ്തുവെന്നും ഇന്ന് അതിൻ്റെ ഗുണഫലം പുറത്തേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നതിന് ശേഷം മാധ്യമങ്ങൾ എന്നാൽ പ്രതിപക്ഷ ശബ്ദമാണെന്ന് അടിക്കുന്ന ആ കച്ചവട താല്പര്യമുണ്ടല്ലോ, അത് നിങ്ങൾ കാണാതെ പോകരുത്. യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. എന്തിനു വേണ്ടിയാണ് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നാളുകളിലെ സുഗമമായിട്ടുള്ള യാത്രകൾക്കാണെന്നുള്ള ഉറപ്പ് പാലിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ണാലെ കണ്ടോളൂ.